വലിയ നിങ്ങളെല്ലാവരും വലിയ ആവേശത്തോടെ എല്ലായിടത്തും ഓടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്സരം എന്നാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഭരണം മാറ്റത്തിന്റെ ചിന്ത നന്നായിട്ട് ജനങ്ങളിലുള്ള ഒരു സന്ദർഭം. മനുഷ്യരനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്. ഈ 2026 തെരഞ്ഞെടുപ്പ് അടുത്ത 9-ാം തീയതി കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കേരളത്തിൽ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പുറകോട്ട് പോക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർഭരണം വന്നപ്പോൾ ഓരോ വകുപ്പും പുറകോട്ട് പോയി. സ്ത്രീയായ ഞാൻ ആദ്യം പറയുന്നു, സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മോശപ്പെട്ട, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്ന നമ്പർ 1 സംസ്ഥാനമായിട്ട് ഇന്ന് കേരളം ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രത്യേകിച്ച് ധനമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള കൊട്ടാരക്കരയിലും മാറിയ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഗ്രാമീണ റോഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം തന്നെ തകർന്ന് കിടക്കുന്നത് കാണാം. കുറച്ച് റോഡുകളൊക്കെ നന്നായി വരുന്നുണ്ട്. കുടിവെള്ളമില്ലാത്ത പ്രശ്നങ്ങള് ഞങ്ങളൊക്കെ ഈ പ്രചരണത്തിന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു പ്രശ്നമാണ്. കുടിവെള്ള പദ്ധതികൾ വളരെ മുമ്പേ വന്നതൊക്കെ നടപ്പാക്കാതെ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ വന്നപ്പോൾ പൈപ്പുകളൊക്കെ ഇറക്കി വെച്ച ഒരു അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട് ഈ പ്രചരണത്തിന് പോയി കഴിഞ്ഞപ്പം വോട്ട് ചോദിക്കാനായിട്ട്. അതുപോലെയാണ് ഉന്നതികളിൽ ഉണ്ടായിട്ടുള്ള ഉന്നതികൾക്ക് ആവശ്യമായ പരിഗണന കിട്ടിയിട്ടില്ല. പിന്നോക്ക വിഭാഗങ്ങൾ എസ് സി വിഭാഗത്തിലുള്ളവർക്കൊക്കെ നല്ല പ്രയാസങ്ങൾ അവർ ഞങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെയാണ് ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു വലിയ കാര്യം ഞാനൊക്കെ ഇരുന്ന സമയത്ത് ഇവിടെ ചെയ്തിരുന്നു. അത് ഒഴിവാക്കപ്പെട്ടു. പരിഹരിക്കുന്ന ഒരു പ്രശ്നം 5 വർഷമായിട്ടുണ്ടായില്ല. അതുപോലെ കേരളത്തിലാണെങ്കിൽ ഇപ്പോ കരിങ്കൊടി കാണിച്ചാൽ പോലും ആൾക്കാരെ അകത്താക്കുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുത്തുളുക്കും. അതുപോലെ IC യൂണിറ്റിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ണൂര് കണ്ടായിരുന്നു. കരിങ്കൊടിയുമായിട്ട് ആൾക്കാർ വരുമ്പോൾ പോലീസുകാരെ തടഞ്ഞു നിർത്തും. പക്ഷേ ദൂരെ ഇരിക്കുന്ന ആളിനെ വലിയ തോതിലുള്ള പരിക്ക് പറ്റിയിട്ട് IC യൂണിറ്റിലൊക്കെ അഡ്മിറ്റ് ആക്കുന്ന കാലഘട്ടം ഇപ്പോൾ വന്നിരിക്കുക. പിന്നെ നവീൻ ബാബുവിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ ADM മരണപ്പെട്ടതിന്റെ ഒരു ക്ലിയർ പിക്ചർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ കാണുന്ന വിവാദപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ സമരങ്ങളുടെ ഒരു പെരുമഴയാണ്. ഗവർണറോട് എന്ത് ചെയ്യാം. പിന്നെ മറ്റൊരു പാഠം നമ്മൾ പുതിയൊരു കാര്യം വന്നത്, എന്തെങ്കിലും എടുത്ത് ചെടിച്ചട്ടി പോലുള്ള സാധനങ്ങൾ എടുത്ത ആൾക്കാരെ തലയ്ക്കോ മറ്റോ അടിച്ചു കഴിഞ്ഞാൽ അതൊരു രക്ഷാപ്രവർത്തനമായി മാറി എന്നുള്ള ഒരു വളരെ വിശേഷപ്പെട്ട ഒരു വ്യാഖ്യാനങ്ങൾ വന്ന അതിനൊരു പ്രത്യേക അർത്ഥം കൊടുത്ത ഒരു കാലഘട്ടം കൂടിയാണ്. ഇതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട, ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ എപ്പോഴും പറയും കേന്ദ്ര ഗവൺമെന്റിനെയൊക്കെ എല്ലാ സമയവും കുറ്റപ്പെടുത്തും. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികൾ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നടപ്പാക്കിയ ചില പദ്ധതികളുമായി വന്ന് വലിയ വിവാദം ഉണ്ടായത് നമുക്കറിയാം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു കാര്യമായ ഇടപെടലില്ലാത്തത് നമുക്കറിയാം. പെട്രോളിനും ഡീസലിനൊക്കെ സെസ് വിരിച്ചിട്ട് അത് ആവശ്യത്തിന് വിനിയോഗിക്കാത്ത കാര്യം അറിയാം. ഇപ്പൊ തന്നെ 25 ലക്ഷം രൂപ വരെയുള്ളത് മാത്രം മാറുകയും അതിനുശേഷമുള്ളത് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ട്രഷറി കൂട്ടത്തില്ല, വളരെ ഭദ്രമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും വരുന്നില്ല. ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നില്ലല്ലോ. അത് അടുത്ത ഗവൺമെന്റിന് വെച്ചേക്കല്ലേ. എല്ലാ കാര്യങ്ങളും വർധനവ് വരുത്തി എന്ന് പറയാ അടുത്ത ഗവൺമെന്റിലേക്ക് വെച്ചേക്കുക. അപ്പൊ 5 വർഷക്കാലം ഒരു കാര്യത്തിലും കാര്യമായിട്ട് ഇടപെടാതിരിക്കുക. ഏറ്റവും സങ്കടകരമായ കാര്യം ആശാ വർക്കേഴ്സിന്റെ ഒരു സമരം. കേരളത്തിലെ ജനങ്ങൾ അത് മറക്കത്തില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള, അവരങ്ങ് വളരെ വിഷമിച്ച് ദീർഘനാളുകൾ
ദീർഘനാളുകൾ ഒരു സമരം കൊണ്ടുപോകുന്നത് ഒരു സർക്കാരിന് നല്ലതാണോ എന്ന് പരിശോധിക്കണം. ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയാലും വകുപ്പ് മന്ത്രിമാരായാലും ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു സമരം ചെയ്താൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്? അവരെ വിളിച്ചിട്ട് സമരം ചെയ്തോട്ടെ, എല്ലാവർക്കും അവകാശമുള്ളതല്ലേ. അവനവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇടതുപക്ഷം ധാരാളം സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സമരം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? വളരെ വിഷമകരമായിട്ട് ദീർഘ ദിവസങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ആശാ വർക്കേഴ്സ് അവിടെ തലമുണ്ടനം ചെയ്തു വരെ സമരം ചെയ്തപ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തി, സാമ്പത്തിക പ്രയാസമാണെങ്കിൽ അത് പറഞ്ഞ് നമുക്കത് നോക്കാം, പരിഹരിക്കാമെന്ന് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്തുന്നതല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്? അതിവിടെ ഉണ്ടായിട്ടുണ്ടോ? പാഠം പഠിച്ച് അവസാനം ഒരു 1000 രൂപ വർദ്ധിപ്പിച്ചിട്ട് ആർക്കും ഒരു സന്തോഷമില്ലാത്ത പോലെ മടുത്ത് അവർ തോറ്റ പോലെ പോയില്ലേ? മുട്ടിലിഴയുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടില്ലേ ഈ കാലഘട്ടത്തില്? തിരിച്ച് പ്രതിപക്ഷത്തായിരുന്നു ഇടതുപക്ഷമെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെ നടന്നേന്? അത് പരിശോധിക്കേണ്ടതല്ലേ? അവസാനം ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്ത് തോറ്റുപോകുന്ന സ്ഥിതിയല്ലേ? 1ാം റാങ്കിൽ വരുന്നവർ PSCയുടെ 1ാം റാങ്കുകാരെ പോലും നിങ്ങളൊക്കെ തന്നെയാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1ാം റാങ്കിൽ വരുന്നവർക്ക് പോലും പോസ്റ്റിംഗ് കൊടുക്കാതെ പിൻവാതിലിലൂടെ പല വകുപ്പുകളിലും പോസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു സ്ഥിതിയല്ലേ? ഇങ്ങനെ ഏത് ഭാഗം എടുത്തു നോക്കിയില്ല. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, അതുപോലെ ടാക്സ് വർദ്ധിപ്പിച്ചു, ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചു, അത് വലിയ തോതിൽ പെർമിറ്റ് കിട്ടുന്നതിനുള്ളത് വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഇങ്ങനെയെല്ലാം വർദ്ധിപ്പിച്ചിട്ടും അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നില്ല. റോഡുകളുടെ പണി, ഉൾനാടൻ പ്രദേശത്ത് പോയ മനുഷ്യന് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ചെയ്യുന്നതിനൊരു ക്വാളിറ്റി ഉണ്ടാകണം. ഇനി ഈ കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചേർന്ന് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാര്യം ഒരു മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നുണ്ട്. കൊട്ടാരക്കരയിൽ വികസന വിപ്ലവമാണ്. 5 വർഷക്കാലം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. നിങ്ങളൊന്ന് പറയാമോ എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്? എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്? സോഹോ എന്നൊരു കമ്പനി വന്നിട്ടുണ്ട്. അതുപോലെ അതൊരു സ്വകാര്യ കമ്പനിയാണ്. അവർക്ക് കുറെ സ്ഥലം കിട്ടി, കെട്ടിടമുണ്ട്, അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചു, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഈ കൊട്ടാരക്കര മണ്ഡലത്തിലോ ഇവിടൊക്കെയുള്ള എത്ര പേര് അവിടെ ഉണ്ടെന്ന് പരിശോധിക്കണം, എത്രമാത്രം ഫലപ്രദമാണെന്ന് അന്വേഷിക്കണം. പിന്നെ വർക്ക് നിയർ ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഒഴിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ ഒരു സ്ഥാപനം കൊണ്ടുവന്നു. അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. റെന്റൊക്കെ കൊടുത്തൊരു ചെയറിന് എത്രയായിട്ട്. എന്നാൽ ഇവിടെ കഴിഞ്ഞ കാലത്ത് ഞാൻ ജനപ്രതിനിധിയായിരുന്നപ്പം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടെ UDF ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിച്ചതാണ് 13 കോടി രൂപയുടെ സ്കിൽ പാർക്ക്. അത് പണി തുടങ്ങിയത് ലാസ്റ്റ് ടൈം സൈറ്റ് ക്ലിയർ ചെയ്ത് പണി തുടങ്ങി പൂർത്തീകരിച്ചത് 3ാമത് ഞാൻ ജയിച്ചു വന്ന സമയത്താണ്. എത്ര ഫലപ്രദമായിട്ട് ഈ ലോകത്തുള്ള ഏത് കമ്പനിക്കും വന്ന് നല്ല ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്ത് മണിക്കൂറുകളുടെ ട്രെയിനിങ്, ഒരു ഫീസുണ്ട്, SCക്ക് ഫീസില്ല, BPLന് ഇളവുണ്ട്, അങ്ങനെ ഉള്ള സർക്കാരുമായിട്ട് സിംഗോസർവ് എന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് സിംഗപ്പൂർ കമ്പനിയുമായിട്ട് ചേർന്നുമുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഹാളിൽ തന്നെ അടുത്ത സംവിധാനം ചെയ്യാവുന്ന അണ്ടർഗ്രൗണ്ടിൽ വരെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സർവ്വസന്നാഹത്തോടെയുള്ളൊരു സ്കിൽ പാർക്ക് കൊണ്ടുവന്നു. അതിന്റെ അവസ്ഥ ഇന്ന് എവിടെയാണ്? എല്ലാം പുറകെ സിംഗപ്പൂർ കമ്പനി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തവണ മാത്രം ഒരു അമേരിക്കൻ കമ്പനിക്ക് റിട്ടേൺസ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് വന്ന 5 വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് വന്നതായിട്ട് കണ്ടു. ഫലപ്രദമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് വർക്ക് ചെയ്തെടുത്താൽ എത്ര പേർക്ക് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ അടുത്തുള്ള ജില്ലകളിൽ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നതാണ്. കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന ആ സിവിൽ സ്റ്റേഷനിലുള്ള കരിയർ ഡെവലപ്മെന്റ് സെന്ററിലെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ കമ്പനികളെ വിളിച്ചു വരുത്തിയിട്ട് ഇവരുടെ ട്രെയിനിങ് കഴിയുമ്പോൾ കുറേ അധികം പേർക്ക് ജോലി കിട്ടിപ്പോകാനായിട്ട് സാധിക്കും. ഇതൊക്കെ ആര് കൊണ്ടുവന്നതാണ്? ഇപ്പോൾ സ്കിൽ പാർക്കിന്റെ കാര്യത്തിൽ സ്കിൽ പാർക്കിലെ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനേഴ്സിനെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുക്കും. അവിടെ അടുത്തൊക്കെ ഉള്ള ചില കുട്ടികളെ വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ എടുക്കും. ധനമന്ത്രി കൊണ്ടുവന്ന ഇത്ര വലിയ വികസനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന്. കൊട്ടാരക്കരയിലെ ചെട്ടിയാരഴികത്ത് പാലം പണി പൂർത്തീകരിച്ച് നിങ്ങൾ ഒരുപാട് വിഷ്വൽ മീഡിയാസ് ഇവിടെയുണ്ട്.
നിങ്ങളുടെ എല്ലാം പഴയ ഫയൽസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ആ പാലം, അറക്കടവ് പാലം ഉൾപ്പെടെ പൂർത്തീകരിച്ചത്. ഏനാത്ത് പാലം തകർന്നപ്പോഴാണ് പാരലൽ പാലം വേഗം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വന്നിട്ട് 10.46 കോടിയാണെന്ന് എൻ്റെ ഓർമ്മ ചെട്ടിയാരഴിയത്ത് പാലത്തിന് അനുവദിച്ചു. കോവിഡ് വന്നില്ലായിരുന്നെങ്കിലും അപ്പുറത്തെ മണ്ണടി ഭാഗത്തെ ഒരു ചെറിയ വീതി കൂട്ടൽ നടന്നില്ലാത്തതുകൊണ്ട് മാത്രം അതിന്റെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ പെരുമാറ്റച്ചട്ടവും കൂടെ വന്നു. ആ പാലത്തിന്റെ മുകളിൽ ചില ആൾക്കാരെ കയറ്റി നിർത്തി ഈ 2 ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പാലം പണി കഴിപ്പിച്ച ധനകാര്യമന്ത്രിക്ക് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞ് കുറെ പേരെ കൊണ്ട് പറയിപ്പിക്കുക. ഇത് വലിയ സംഭവമായി എന്ന് പറയുക. അപ്പം ആരുടെ കാലത്താണ് ഇതൊക്കെ നടന്നത്? ഞാൻ ഒരുപാട് പറയാനായിട്ട് പോകുന്നില്ല. കൊട്ടാരക്കര മാർക്കറ്റ്, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള അതേ പദ്ധതിയാണ് ഇവിടെയുള്ളത്. 5 വർഷം കഴിഞ്ഞു. ധനകാര്യമന്ത്രി, ഞാൻ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ഒരു MLA മാത്രമായിരുന്ന ഞാൻ 1ാം ടേണിൽ ഇവിടെ കോടതി സമുച്ചയം കൊണ്ടുവന്നു, സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊണ്ടുവന്നു. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിനും അന്നത്തെ ആ മണ്ഡലത്തില് ഓരോ 2 നില കെട്ടിടം വീതം പുത്തൂര്, കൊട്ടാരക്കര അടക്കം പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ചു കൊടുത്തു. ഇതുപോലെ എത്ര കാര്യങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച മണ്ഡലമാക്കി, സമ്പൂർണ്ണ ലേണിംഗ് മണ്ഡലമാക്കി. കേരളത്തിൽ 3ാമതായിരുന്നു പിറവവും വടക്കേക്കരയും കഴിഞ്ഞ്. ഇങ്ങനെ ഫയർഫോഴ്സ് ഇല്ലാത്ത ഒരു മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. അതിവിടെ കൊണ്ടുവന്നത് ഫസ്റ്റ് ടേണാന്ന് ഓർക്കണം. പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു. സ്കിൽ പാർക്ക്, റൂറൽ SP ഓഫീസ് കേരളത്തിൽ തൃശ്ശൂരിലും കൊല്ലം ജില്ലയ്ക്കും ഓരോ റൂറൽ ജില്ലയാക്കി പ്രഖ്യാപിച്ചു. അത് കൊട്ടാരക്കര തന്നെ കൊണ്ടുവന്നു. ഐഷ പോറ്റി MLA മാത്രമേ ആയിരുന്നുള്ളൂ. പോയി ഇടപെട്ടിട്ട് അതിവിടെ കൊണ്ടുവന്നു. ആദ്യം ഒരു റെന്റഡ് ബിൽഡിങ്ങിലാക്കി. അത് കഴിഞ്ഞ് അടുത്ത സർക്കാർ വന്നു. ഇത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പ്രവർത്തനങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് എത്രയാന്ന് ഓർക്കണം. ഇവിടെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു. സിവിൽ സ്റ്റേഷനകത്ത് താലൂക്ക് ഓഫീസ്, ട്രഷറി, 4 കോടതികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പൊളിഞ്ഞ പാളീസായ ചോരുന്ന കെട്ടിടത്തിൽ ഞാൻ ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്തിരുന്ന മജിസ്ട്രേറ്റ് കോടതികൾ 2, അതുപോലെ മുനിസിപ്പൽ കോടതികൾ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റിയിട്ട് റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് വേണം സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരാൻ. കോടതികളെ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ കോടതിക്ക് സ്ഥലമില്ല. 2007 അവിടെ ഇടപെട്ട് അതിനുള്ള സ്ഥലം നേടിയെടുത്തു. ഇന്ന് കോടതി സമുച്ചയം നിൽക്കുന്ന സ്ഥലത്ത് അന്നത്തെ 5.25 കോടി രൂപ അനുവദിച്ച് ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് ചീഫ് ജസ്റ്റിസ് ചെലമേശ്വരനെ കൊണ്ടുവന്ന് എന്റെ കാലാവധി പൂർത്തിയാകും മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുപോലെ കൊട്ടാരക്കരയിലെ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. അവിടെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊണ്ടുവന്ന് BBAയും BCAയും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി. അവിടെ MCOM വരെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടായി. ഒഴിഞ്ഞു കിടന്നിരുന്ന ഗേൾസ് ഹൈസ്കൂളിലെ കെട്ടിടങ്ങൾ അതിന് വിനിയോഗിച്ചു. അതുപോലെ സിവിൽ സ്റ്റേഷന്റെ പണി നല്ല ഫാസ്റ്റായിട്ട് സൈറ്റ് ക്ലിയർ ചെയ്ത് തുടങ്ങി. 2ാം ടേണ് 3ാം ടേണായപ്പം 2 ഘട്ടവും പൂർത്തിയാക്കി ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു. 4 വശവും ചിതറിക്കിടന്നിരുന്ന വാടക കെട്ടിടത്തിൽ നിന്നും എല്ലാ ഓഫീസുകളെയും ഒരു കൊടക്കീഴിലാക്കി പുതിയ എൻഫോഴ്സ്മെന്റ് ഓഫീസ് ഉൾപ്പെടെ, അതുപോലെ ഈ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെടെയുള്ള സംഗതികൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഞാൻ MLA മാത്രമായിരുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. 3 ടേണിലെ പ്രശ്നങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ നമ്മുടെ കാലത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കമ്പയർ ചെയ്യണം. 5 വർഷമായിട്ടൊരു ധനമന്ത്രി ഒരു മണ്ഡലത്തിൽ ഇരുന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു MLAക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. BMBC ചെയ്ത റോഡുകൾ ഇവിടെ മിക്കതും തീർത്തിരുന്നു കഴിഞ്ഞ തവണ. അതിനുശേഷം എസ്റ്റിമേറ്റ് എടുത്തു വെച്ചിരുന്ന കുറച്ചെണ്ണം മാത്രമാണ് ഇപ്പോൾ വന്നിട്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. കൊട്ടാരക്കര ഓയൂർ റോഡൊക്കെ എന്നേ വന്നതല്ലേ. അതുപോലെ കരിപ്രയിലോട്ട് പോയ 8.36 ലക്ഷത്തിന്റെ അങ്ങ് 6 മുറിക്കട വരെ ചെല്ലുന്ന റോഡൊക്കെ അന്നേ ചെയ്തതല്ലേ. അതുപോലെ വെളിയത്തിന്റെ അകത്തൂടെ പോയ അതെല്ലാം ചെയ്തിട്ടില്ലേ. എഴുകോണിൽ നിന്ന് അങ്ങ് നെടുമൺകാവിൽ നിന്ന് അങ്ങ് പുത്തൂര് വരെ എത്തുന്ന റോഡ് അന്നേ ചെയ്തതല്ലേ 22 കോടിയുടെ. അത് UDFന്റെ കാലത്താണ്. പാലങ്ങൾ, അറക്കടവ് പാലം ഉൾപ്പെടെ പാലമെല്ലാം തീർന്നിരുന്നതല്ലേ. ഇങ്ങനെ എന്തിനാണ് കലൈപുരത്ത് മൈലം പാലം പൊളിഞ്ഞു വീണു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പണി പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ലേ. ഇന്നത്തെ അവസ്ഥ എന്താ?
താലൂക്ക് ആശുപത്രിക്ക് 90 കോടി അനുവദിച്ച് നിങ്ങളോടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതാ. ബ്രിട്ടീഷ് മോഡൽ, നിങ്ങൾ ആ AS എടുത്ത് നോക്കിയാൽ അറിയാം. ഏറ്റവും നല്ല സംവിധാനത്തോടെ ഒരു 10 നിലയുടെ വാർഡ് ടവർ, 5 നിലയുടെ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അന്ന് തീർന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. അത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതല്ലാതെ ഒരു ദുരന്ത ഭൂമി പോലെ കിടക്കുകയല്ലേ താലൂക്ക് ആശുപത്രി. ധനമന്ത്രിയുടെ മണ്ഡലമാണ്. 5 വർഷം കഴിഞ്ഞു എന്ന് ഓർക്കണം. 5 വർഷം കഴിഞ്ഞു. അതുപോലെ പുലവൻ തോടിന്റെ നവീകരണം നിങ്ങളെല്ലാം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ട. എനിക്കൊരു പ്രതീക്ഷയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരും. ഞാനൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയം ഉൾപ്പെടെ പൂർത്തീകരിച്ച് മനോഹരമായ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടായി കാണും. അത് പൂർത്തീകരിച്ചോ? താലൂക്ക് ആശുപത്രി അങ്ങനെ കിടക്കുന്നു. വിദ്യാഭ്യാസ സമുച്ചയം 5 വർഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ ടേതിൽ ആദ്യം ഏറ്റെടുത്തതാണ്. MLA ഫണ്ട് കൂടെ കൊടുത്തുകൊണ്ട്. അപ്പൊ MLA ഫണ്ട് കൊടുത്ത 2.5 കോടിയില് ആ കെട്ടിടവും അതിന്റെ കവാടവും കൂടി ചേർത്ത് കിഴക്കുവശത്ത് ഒരു കവാടത്തിനുകൂടിയാണ് അതിന് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്ത് സാങ്ഷൻ ആക്കി ടെൻഡർ ഹാബിറ്റാറ്റിന് കൊടുത്തിരുന്നത്. കെട്ടിടം പണി മാത്രം പൂർത്തീകരിച്ചു. അപ്പോഴത്തേക്ക് അത് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് എടുത്തപ്പോൾ പ്രഖ്യാപനം വന്നപ്പം പോയി. ബാക്കി കെട്ടിടങ്ങളെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ച് പൂർത്തീകരിച്ചിരുന്നു. നിങ്ങളൊക്കെ വന്നതാണ് അതിനെല്ലാം. അതിന്റെ മുമ്പിൽ ഒരു കവാടം ഞാൻ വെച്ചിരുന്ന പണം മാറ്റി വേറെന്തിനോ ഉപയോഗിച്ചിട്ട് അവിടെ പുതിയ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചൊരു കവാടം വെച്ചു. ആ എയർ സ്പേസ് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ വലിയ തോതിൽ പേരെഴുതി വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പരിശോധിക്കണം. കുറ്റപ്പെടുത്താനല്ല, ആരാണ് ജനപ്രതിനിധിയായി വരേണ്ടതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണ്ടേ. ആരാണ് ഈ നാട്ടിൽ ജനപ്രതിനിധിയായി വരേണ്ടതെന്ന്. ആരും വലിയ ആളായിട്ടല്ല, ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ വേണ്ടത്. അത് ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നിങ്ങളെല്ലാം വലിയ തോതിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പക്ഷെ പോയി പരിശോധിക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. സിനിമാ തിയേറ്റർ കോംപ്ലക്സ് വരുന്നു എന്ന് ഒത്തിരി നാളുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കുമ്പോൾ ഇലക്ഷന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ആ സൈഡിൽ കിള്ളൂര് കാട് കുറച്ച് തെളിച്ചിട്ട് അവിടെ ഒരു സ്റ്റേജ് റെഡിയാക്കിയിട്ട് വലിയൊരു ഫംഗ്ഷൻ നടത്തി. ഇപ്പൊ അവിടെ പോയി കണ്ടാൽ എന്താ കാണുന്നത്? വലിയ പൊക്കത്തിലുള്ള ഇതും എന്തെങ്കിലും ഒരു പണി തുടങ്ങുന്നുണ്ടോ? ബസ് സ്റ്റാൻഡ് നിങ്ങളെല്ലാം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് എന്ന്. അത് ഹറിബറിയായിട്ട് ഇപ്പം ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക? കുറെ സ്റ്റേഡിയങ്ങളുടെ കണക്ക് പറഞ്ഞു. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം കൂടെ നടത്തുന്ന ആളല്ലേ. ഈ സ്റ്റേഡിയങ്ങളുടെ ഇത് ഇങ്ങനെ കുറെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക ലോകത്തിലേക്ക് വികസന വിപ്ലവം പറഞ്ഞ് കൊട്ടാരക്കരയെ 15 കൊല്ലം പിന്നോട്ടടിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോ 2006 തെരഞ്ഞെടുപ്പ് വന്നെത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങളെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും. അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. തീർച്ചയായിട്ടും ജയിച്ചു വരാൻ സഹായിക്കണം നിങ്ങളെല്ലാവരും. ജയിച്ചു വന്നാൽ മുൻകാലങ്ങളിലെ പോലെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ജനങ്ങളോടൊപ്പം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും. മാത്രമല്ല പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ച് ഇരട്ടിക്ക് പണം ചെലവഴിക്കേണ്ടി വരാത്ത അവസ്ഥയിൽ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ. ഇപ്പോ മുനിസിപ്പൽ കോംപ്ലക്സ് പണിയുമെന്ന് പറഞ്ഞ് അതിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. IT പാർക്കിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. ഡ്രോൺ പാർക്കിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഹെലിപ്പാഡിനും കല്ലിട്ടിട്ടേ ഉള്ളൂ. ഒരുപാട് കല്ലിടിയിലല്ലാതെ നമുക്ക് റിയലായിട്ട് ജയിൽ മാറ്റി സ്ഥാപിച്ച പോലെ നമുക്ക് തോന്നിയായിരുന്നു. അത് ഇതുപോലെയുള്ള ഇത് അന്നുമുള്ള ഫയലാണ് ഉണ്ടവിടെ. അതെല്ലാം പിന്നെ തരാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴല്ല, പിന്നീട്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അല്ലാതെ കാര്യങ്ങൾ നന്നായിട്ട് ഇടപെടാൻ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയായിരുന്നോ മുൻകാലങ്ങളിൽ അതിനേക്കാൾ ഒരു പടി കൂടെ മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് സാധ്യമാക്കി തരാനും ഒപ്പം ജനങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത്.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. യുഡിഎഫിന്റെ ഭാഗമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇതിലുള്ള സൈബർ ആക്രമണം നേരിടുന്നതുകൊണ്ട് പരാതികൾ കൊടുത്തായിട്ട് സൈബർ പോലീസ് അങ്ങനെ ഒരു ഇതുണ്ടോ? നിക്ഷേപം നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് മാറിയത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ഇത്രയും കാലം ഒരു ജനപ്രതിനിധിയായിരുന്നു, നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ 2000-ലാണ് അന്ന് ഞാൻ ഉണ്ടായിരുന്ന പാർട്ടിയുടെ നേതൃത്വം വന്ന് പറഞ്ഞ് ഒരു വനിതാ സംവരണം വന്നപ്പോൾ ജില്ലാ ഡിവിഷനിൽ മത്സരിച്ചു. എനിക്ക് പിന്നെ അവസാനം സമ്മതിച്ചു, മത്സരിച്ചു, കഷ്ടിച്ച് ജയിച്ചു. കേസുണ്ടായിരുന്നു. ഐഷ പോറ്റി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. റീകൗണ്ടിങ്ങിന്റെ ഏറ്റവും നല്ലൊരു റൂളിംഗ് ആണത്. അപ്പൊ അങ്ങനെ കേസൊക്കെ ഉണ്ടായി. 102 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ എന്റെ പ്രാക്ടീസിൽ കുറേശ്ശെ പുറകോട്ട് പോയി. നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്ന ഞാൻ അതെല്ലാം കുറച്ച് പുറകോട്ട് പോയി ഓഫീസ് വഴി നടത്തുന്ന രീതിയിലേക്ക് വന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കിട്ടിയ അവസരം 5 വർഷക്കാലം 2.5 വർഷം പ്രസിഡന്റായിട്ടും അതിന് അപ്പുറമുള്ള 2.5 വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടും അതിനുശേഷം 6 മാസം ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്നപ്പോൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ ജില്ലയിൽ ഒട്ടാകെ നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആ കമ്പാങ്കുളം, അതുപോലെ തന്നെ സാക്ഷരതാ ഭവൻ, അവിടുത്തെ IT കെട്ടിടം, പിന്നെ കുരിയോട്ടുമല ഫാം, നിങ്ങൾ അറിയണം, അത് പൂട്ടാൻ പോവുകയാണെന്ന് കത്ത് വന്നതാണ്. അതിനെ പുനർജീവിപ്പിച്ചിട്ട് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ കേരളത്തിലെ കുടുംബശ്രീയുടെ ട്രെയിനിങ് സെന്റർ വരെ ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. 6 പശുക്കൾ ഉണ്ടായിരുന്നിടത്ത് 167 പശുക്കളെ അവിടെ ആക്കി, ആടുവളർത്തൽ കേന്ദ്രമാക്കി, മറ്റ് വിവിധ മേഖലകളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് പാലിന്റെ ഔട്ട്ലെറ്റ് പുനലൂർ മുനിസിപ്പാലിറ്റിയിലും തുറന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇന്ന് അതാണ് ഫാം ടൂറിസമായി മാറിയത് അതിന് ശേഷം വന്നവർ. അതുപോലെ നിരവധി കടമ്പകൾ. ഈ സുനാമി വന്നു, ഞങ്ങൾ 300 പേരടങ്ങുന്ന സാക്ഷരതാ മിഷന്റെ ഒരു സ്നേഹ സാന്ത്വന സേന ഞാനിരുന്നപ്പോഴാണ് രൂപീകരിച്ചത്. അവർക്ക് ഒരു പ്രതിസന്ധി വന്നാൽ തരണം ചെയ്യില്ല. അങ്ങക്കൊന്നും തോന്നിയിട്ടല്ല. സാക്ഷരതാ മിഷനെ എങ്ങനെ സാക്ഷരതാ പ്രവർത്തകരെ എഴുതാൻ പഠിപ്പിക്കുക മാത്രമല്ല, തൊഴിൽ സാക്ഷരത പഠിപ്പിക്കണം. അതുപോലെ സംസ്കാരമായിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ഇടപെടാൻ, ഒരു പ്രതിരോധിക്കാൻ പഠിക്കണം. ഒരു ദുരന്തം വന്നാൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അങ്ങനെയെല്ലാം നാനാതരത്തിൽ ഈ സാക്ഷരതാ പ്രവർത്തകരെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 300 പേരടങ്ങുന്ന സ്നേഹ സാന്ത്വന സേനയ്ക്ക് ട്രെയിനിങ് കൊടുത്ത് അവരിറങ്ങി 1 മാസം ആയില്ല അപ്പോഴാണ് ആ വലിയ ദുരന്തം അവിടെ ഉണ്ടായത് കരുനാഗപ്പള്ളിയില്. അപ്പോഴ് ഈ സ്നേഹ സാന്ത്വന സേനയെ ആകെ അങ്ങോട്ട് വിടാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെല്ലാം ചെയ്തതെല്ലാം പാർട്ടിക്ക് ഗുണമല്ലേ. ഞാനിരുന്ന പാർട്ടി ഈ മണ്ഡലത്തിൽ 35 വർഷം നല്ല എന്നും UDF-നോടൊപ്പം നിന്നല്ലേ. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എല്ലാ കാലത്തും UDF-നോടൊപ്പം ആയിരുന്നില്ലേ. അതുപോലെ കൊളക്കട പോലെയുള്ള ചില പഞ്ചായത്ത് അല്ലാതെ ഏതായിരുന്നു LDF-നൊപ്പം ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി ഓരോ തവണയും കഠിനാധ്വാനം ചെയ്ത് ആ പ്രസ്ഥാനത്തിന് ഒരു പോറലേൽക്കാതെ അവരോടൊപ്പം നിന്ന് ഒരു പരാമർശവും കൊടുക്കാതെ ആരോടും ദേഷ്യപ്പെടാതെ ഒരാൾക്കെതിരെ മുഖം തിരിക്കാതെ മനുഷ്യനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ആ പാർട്ടിക്കും അതിനനുസരിച്ചുള്ള വളർച്ചയുണ്ടായത്. നിഷേധിക്കാൻ പറ്റുമോ? കണ്ടില്ല, എന്നെ മനസ്സിലാക്കിയില്ല. ആ പാർട്ടി എന്നെ മനസ്സിലാക്കിയില്ല. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയില്ല. അവർ എപ്പോഴും നമ്മളെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഒരിക്കലും പുറത്തു പറയില്ല. കാരണം പാർട്ടിയുടെ ഒരു അച്ചടക്കത്തിന്റെ ഒരു ഭാഗമുണ്ട്. ഇപ്പൊ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പറയുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താന്ന്. എന്തൊരു വൃത്തികെട്ട ഭാഷയിലാണ് ഇവർ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. പറയാൻ കൊള്ളാമോ? വർഗവഞ്ചകി ഇതൊക്കെ. ആരാണ് വർഗവഞ്ചനം കാണിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പാർട്ടിക്ക് വേണ്ടി അത്രയും നാള് ജനപ്രതിനിധിയായിരുന്ന പ്രവർത്തിച്ച് നാടിന് ഒരുപാട് നന്മയുണ്ടാക്കി കൊടുത്ത ജനം കണ്ടുകൊണ്ടിരുന്ന ശക്തമായിട്ട് ഏതു മേഖലയിലും ഇടപെട്ടുകൊണ്ട് അങ്ങനെ പാർട്ടിക്ക് വലിയ വളർച്ചയുണ്ടായപ്പം ഐഷ പോറ്റി ആവശ്യമില്ല. നൈസായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ, മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ, ശ്രീകുമാറിനെ എനിക്കറിയാം കേട്ടോ, കാലം തെളിയിക്കും, അനുഭവിക്കും. കണ്ടു. CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായി, ദേശീയ വൈസ് പ്രസിഡന്റായി.
പ്രവർത്തിക്കാനെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് പാർട്ടിയുടെ ഭാഷയാണ്, പാർട്ടിയുടെ ഭാഷയാണ്. ഇതിലെല്ലാം അസലായിട്ട് പ്രവർത്തിച്ച ആളാണ് ഞാൻ, അസലായിട്ട്. പക്ഷേ അവസരങ്ങളില്ലാതെ വന്ന് എന്താ അറിയോ, ഈ പാർട്ടിയില് പ്രവർത്തിച്ചാൽ മാത്രം മതി. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട എന്നൊരു അജണ്ട ഇട്ട് ഈ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ള ഒരു ലോബി, ഒരു വിഭാഗം നേതൃത്വം, ബാക്കി ആരെയല്ല ഞാൻ പറയുന്നത്, ആ പാവം താഴെത്തട്ടിലുള്ള ഒരു മനുഷ്യരെ അല്ല ഞാൻ പറയുന്നത്, അവരെ പോലും മനസ്സിലാവാത്തവണ്ണം ഞാനങ്ങ് മാറിക്കഴിഞ്ഞപ്പം എന്റെ ഒരു പ്രസൻസ് പൊതുമണ്ഡലത്തിൽ വേണ്ട, പാർട്ടി കമ്മിറ്റിയിൽ വേണ്ട, പാർട്ടി കമ്മിറ്റിയിൽ പോലും വേണ്ട. ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പാർട്ടി. പഴയ പാർട്ടിയാണ് എന്നെ കോൺഗ്രസിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് സത്യം. ഒരു VRS എടുപ്പിച്ചു എന്നെ കൊണ്ട്. അത് പാർട്ടി പഠിപ്പിച്ചു തന്നല്ലേ, ശ്രീകുമാറിനെ പഠിപ്പിച്ചു തന്നല്ലേ. പാർട്ടി സമ്മേളനങ്ങൾക്ക് ഇവിടുത്തെ ജില്ലാ സമ്മേളനം ഞാനായിരുന്നു അതിന്റെ പ്രചരണത്തിന് മുന്നിൽ നിന്നത്, MLA അല്ലാതിരുന്നപ്പം. ഈ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്ന അന്നാണ് 2022 2021 ലാസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ജില്ലാ സമ്മേളനം. അന്നാണ് എന്നെ എടുക്കുന്നത്. ഞാൻ എല്ലാ കമ്മിറ്റി അറ്റൻഡൻസ് ബുക്കും, ഞാൻ അയച്ച മെസ്സേജുകൾ, ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഓരോ പ്രദേശത്തും എന്താണെന്നുള്ളത് ശ്രീകുമാറിന് അറിഞ്ഞുകൂടാ, എനിക്കറിയാം. അത് ഞാൻ ലീഡർഷിപ്പിന് അയച്ചു കൊടുത്ത എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു പങ്കുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിനെ വളരെ വിശ്വസിച്ച് അദ്ദേഹത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ച് അദ്ദേഹം ജയിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ വരെ ഇട്ടുകൊടുത്ത് സകലമാന സ്ഥലങ്ങളിലും ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു വന്നപ്പോൾ അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ, ചെട്ടിയാരഴിയത്ത് പാലത്തിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ മുൻ മെമ്പറുടെ ഉൾപ്പെടെ പേര് നോട്ടീസ് വെക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു പൊതുപ്രവർത്തകയായിരുന്ന ആള് ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്ത് ആ പാർട്ടിക്കൂടെ മേന്മയുണ്ടായ സ്ഥലത്ത് ഉറച്ച ഇടതുപക്ഷ കോട്ടയാക്കി മാറ്റാൻ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാതെ പോയിട്ട് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പാലം കടക്കോളം നാരായണ, പാലം കടന്നാ പിന്നെ കൂരായണ എന്ന് പറഞ്ഞ പോലെ നൈസായിട്ട് പിന്നെ അതിൽ പേര് വെക്കണ്ടെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥർ വിഷമിച്ച് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാനതൊന്നും വെളിപ്പെടുത്താത്ത, അത് എന്നെ കൊണ്ട് അവർ പറയിപ്പിക്കാം. ശ്രീകുമാറിനെ പോലെയുള്ള കുറെ ആൾക്കാർക്ക് ക്ലാസ് കൊടുക്കും പാർട്ടി. ഇങ്ങനെയാണ്. എത്ര അവസരം കൊടുത്തു, 3 തവണ MLA ആക്കിയില്ലേ. പിന്നെന്താ, കുറെ ഫണ്ടൊക്കെ കളക്ട് ചെയ്താല്, എന്തുകൊണ്ടാ അങ്ങനെ ചെയ്താല്, എല്ലായിടത്തും പോയാല്, എല്ലായിടവും പോയിക്കൊണ്ടിരുന്നതല്ലേ. പക്ഷേ നിക്ക് ഞാൻ പറഞ്ഞിട്ട് കൂടെ ആര് വരണം എന്നാ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എത്ര പേര് പോയെന്ന്. ഞാൻ മാറിക്കഴിഞ്ഞ സുധാകരൻ, അദ്ദേഹത്തെ പോലുള്ള 100 കണക്കിന് പ്രമുഖരായ ആൾക്കാർ ഞാൻ അനുഭവിച്ച അതേ അവഗണനയാണ് അനുഭവിക്കുന്നത്. പക്ഷെ കണ്ണടച്ചിരുന്ന ഇരുട്ടാക്കിയാൽ രക്ഷയില്ല. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുള്ളൂ. ഉറക്കം നടിച്ച് പാർട്ടി ക്ലാസ് കേട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി പഠിച്ച് ചർച്ച ചെയ്യാൻ വന്നാൽ തീർച്ചയായിട്ടും വളരെ നാണക്കേടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, എന്നെ അവഗണിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് വേറെ സ്ഥാനങ്ങൾ തരിക എന്നുള്ളതല്ല. ഞാനും കൂടി ഉണ്ടായിരുന്ന പൊതുമണ്ഡലത്തിൽ ഞാനും കൂടി ഏറ്റെടുത്ത്, അങ്ങനെയല്ല എല്ലായിടത്തും ചെയ്ത്. എന്തിനാ ഞങ്ങൾ ബാലകൃഷ്ണപിള്ള സാറിനെ സിവിൽ സ്റ്റേഷനൊക്കെ പണിഞ്ഞ് അതിന്റെ പേര് വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഒരുപാട് കാലം ഇരുന്ന ഒരാളാ. എന്തുകൊണ്ടാണ് എഴുകോൺ നാരായണൻ അദ്ദേഹത്തെ പൊതുമണ്ഡലത്തിൽ പങ്കെടുപ്പിക്കുന്നത്? പാർട്ടി കമ്മിറ്റിയിൽ മാത്രം പങ്കെടുത്താൽ മതി, പൊതുമണ്ഡലത്തിൽ ഐഷ പോറ്റി വേണ്ട. വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിനൊക്കെ എന്നെ ക്ഷണിക്കാൻ ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നോക്കുമ്പോൾ അതിനകത്തൊന്നും പേരും ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ അവനെ കാഴ്ചക്കാരിയായിട്ട് വരണോ? അങ്ങനെ പോകേണ്ട ഒരാളല്ലല്ലോ ഐഷ പോറ്റി. ഒരു പ്രൊഫഷനിലിരുന്ന് ഒന്നുമല്ലെങ്കിലും കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, 10-15 വർഷക്കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇങ്ങോട്ട് മാറി വന്നത്. അല്ലാതെ ഞാൻ വെറുതെ നടന്നിരുന്ന ആളല്ല. ഒരു നിയമ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരാളിനെ ഇത്രയും വർക്ക് ചെയ്തപ്പം വെറും ഒരു നിലവാരമില്ലാത്ത ആളെ കളയുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പബ്ലിക് സ്പേസിൽ നമുക്കൊരു സ്പേസ് ഇല്ലേ? അങ്ങനെയല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു, അത് പുറത്തേക്ക് വരില്ലല്ലോ. പാർട്ടിയിലെ പരാതി ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ നേതാവിനോട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞതല്ലേ, ഈ നേതാവ് വലിയ നേതാവല്ലേ, എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനോട് എത്ര പ്രാവശ്യം എന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ആ പാർട്ടിയിൽ പ്രവർത്തിക്കില്ല എന്ന് എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട്, എത്ര ആവർത്തി. അപ്പൊ ഇങ്ങനെ അവഗണിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും പോകണ്ട. എല്ലാം ഞാൻ ഈ പത്രമൊക്കെ വായിച്ച ഓരോ ഉദ്ഘാടനങ്ങളും അതും ഇതുവരെ. അപ്പൊ പബ്ലിക് പ്ലേസിൽ ഞാൻ വേണ്ട. എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? പാർട്ടിക്കാരി അല്ലെന്ന് പറയരുത്, ഒന്നും ചെയ്യണ്ട, പാർട്ടിക്കാരി അല്ലെന്ന് പറയരുത്.
അപ്പോഴാണ് എനിക്ക് നന്നായി ഫീൽ ചെയ്തത്, ഞാൻ ഇനി പൊതുമണ്ഡലത്തിൽ ഉണ്ടാകണ്ട, എവിടെയോ പോയിരുന്നോട്ടെ, എങ്കിൽ കുഴപ്പമില്ല. ഇതുവരെയും സൈബർ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുകൂടി എന്നോട് ഒരാൾ ചോദിച്ചു. ആരാണെന്ന് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാവുന്നില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങളും പല സ്ഥലങ്ങളിലും പാർട്ടി മാറുമ്പോഴുള്ള വല്ലാത്ത ഉപദ്രവങ്ങളും ഓർത്തിട്ടാണ് ഞാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് എന്റെ ആരോഗ്യ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എനിക്ക് കാലിനൊരു ചെറിയ പ്രശ്നം പറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയപ്പോൾ സിവിൽ സ്റ്റേഷനിൽ വെച്ച് പറ്റിയൊരു കാര്യമാണ്. അത് മാറിക്കഴിഞ്ഞിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓടി നടക്കാൻ പറ്റില്ലല്ലോ, എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഇലക്ഷൻ ആവുമ്പം ഞാൻ വേണം. പാർലമെന്റ് ഇലക്ഷൻ ആയപ്പോഴും പഞ്ചായത്ത് ഇലക്ഷൻ ആയപ്പം വരണം, ഇറങ്ങണം വീടുകളിൽ. അല്ലാത്തപ്പോൾ അവിടെ ഇരുന്നോണം. പൊതുമണ്ഡലത്തിൽ ഞാൻ വേണ്ട, വോട്ട് ചോദിക്കാൻ ഞാൻ വേണം. ഇങ്ങനെയാണോ ഒരാളോട് കാണിക്കേണ്ടത്? ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ആ പാർട്ടി ഇന്ന് എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട ഒരു സ്കെലിറ്റൺ ആയിട്ടിരിക്കുക, ഏകാധിപത്യത്തിന്റെ ഒരു പാർട്ടിയായിട്ട്. ഞാൻ ഈ പാർട്ടി വരുമ്പോൾ ഇങ്ങനെയല്ല. എന്ത് സ്നേഹമുള്ള നല്ല മനുഷ്യരായിരുന്നറിയോ. നമുക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല. നല്ല ഈ ഒരു 5 കൊല്ലം കൊണ്ടാണ് ഏറ്റവും മോശപ്പെട്ടു പോയത്. ഇപ്പൊ കുറച്ചു പേർക്ക് വേണ്ടി മാത്രം ആ പാർട്ടിയായി മാറിയിരിക്കുക. ചില ആൾക്കാർക്ക് ഇതിന്റെ പ്രതിഫലനമാണ്. എനിക്കിങ്ങനെ അടിമയായിട്ടിരിക്കാൻ പറ്റില്ല. പറയുന്ന മാത്രം കേട്ട് ഒരിടത്ത് ഒതുങ്ങിയിരുന്നോണം, വീട്ടിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പാർട്ടിക്കാരി അല്ലെന്ന് പറയരുത്, അതെന്തൊരു ന്യായമാണ്? മുഖ്യമന്ത്രി പറഞ്ഞത് ക്രൂഷ്യൽ ടൈമാണ്, പല വാർത്തകൾ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം എന്നെ വിളിപ്പിച്ചിരുന്നു ക്ലിഫ് ഹൗസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്, പോയി. അപ്പൊ ഞാൻ പറഞ്ഞു 3 തവണ MLA ആയത് തന്നെ ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെയാണ് ഇവിടുത്തെ നേതാക്കൾ എന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ല. അപ്പോ ക്രൂഷ്യൽ ടൈമാണ്, പല വാർത്തകളും വരുന്നുണ്ട്, ആൾക്കാർക്ക് പലർക്കും പല താല്പര്യങ്ങളും കാണും. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് പറയുന്നവര് പറയും, സത്യവും അതായിരുന്നു. പക്ഷെ പറഞ്ഞാലും വിശ്വസിക്കാതെ ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് അതിന് മറുപടി പറയാനില്ല. ഞാൻ ഇങ്ങനെയായിരുന്നു, അന്നും തീരുമാനം എടുത്തില്ല. ഏറ്റവും ലാസ്റ്റ് കോൺഗ്രസ് മാത്രമല്ല, പ്രമുഖമായ പല പാർട്ടിക്കാരും ഞാൻ എത്രയോ പ്രാവശ്യം പ്രസിനോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പലരും എന്നോട് ഇത്രയും പൊതുജനങ്ങളോടൊപ്പം ഇടപെട്ട ആള് ഒരിക്കലും അങ്ങനെ പുറകോട്ട് പോരുത്, വീണ്ടും വരണം. ഞാൻ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ എത്ര സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പഴയ പോലെ സാറിങ്ങി വരണമെന്ന്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം, മന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് പേര് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കാതെ നേരെ വീട്ടിലേക്ക് വരും. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ അങ്ങോട്ട് പോകണം, എനിക്ക് അധികാരമില്ല, അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി, സാധിച്ചു തരുമെന്ന് പറഞ്ഞു വിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞങ്ങൾ എല്ലാം പറഞ്ഞ് സാധിച്ച് പറ്റാവുന്നൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടാവുന്നില്ലായിരുന്നു എന്നുള്ള സങ്കടകരമായിട്ട് ഞാൻ പറയുക. വലിയ പ്രയാസമാണ്. എന്തെങ്കിലും ചെന്ന് കാണാൻ പറ്റുമോ, കണ്ട് പറഞ്ഞാൽ പറ്റുമോ? എല്ലാം പാർട്ടി വഴി പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് അന്നുമുണ്ട്. പാർട്ടിക്ക് വിധേയമായിട്ടല്ലേ പ്രവർത്തിച്ചത്? പാർട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടായോ? വളരുകയല്ലേ ചെയ്തത്. പക്ഷെ ഓരോ കത്ത് കിട്ടിയാലും ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ, നയപരമായ കാര്യങ്ങളല്ലാതുള്ള കാര്യങ്ങൾ ഒരു പാർട്ടിയോട് ആലോചിക്കേണ്ടതുണ്ടോ? നമുക്കൊരാളൊരു റെപ്രസെന്റേഷൻ തരുക, അതൊരു നയപരമായ കാര്യമല്ലേ? അത് അവിടെ പോയി അങ്ങ് സാധിച്ചു കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ് അവർക്ക് കത്തും കൊടുത്ത് വിട്ടാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഓരോ സംഗതികളും പാർട്ടി വഴി മാത്രം പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ പാർട്ടി MLA അല്ലാതായപ്പോഴും എല്ലാം പാർട്ടിയോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ എന്റെ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലല്ലോ എനിക്ക്. അങ്ങനെ അടിമയായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം പാർട്ടി വഴി പറയണമെന്ന് വെച്ചാൽ എനിക്കെന്ത് ബോധമില്ലേ ചെയ്യാൻ? നമുക്കറിയാമല്ലോ ഏത് കാര്യങ്ങൾ എങ്ങനെ ആലോചിക്കണം. വലിയ പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അത് പാർട്ടി കമ്മിറ്റി വഴി പറഞ്ഞു പോട്ടെ. അല്ലാതുള്ള 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾക്ക് ജനങ്ങളെ സഹായിക്കാമല്ലോ. ഇതാണ് ചെയ്തത്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല, അവരേത് ജാതിയാണോ മതമെന്നോ ചോദിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കും. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ 2 അധികാര കേന്ദ്രം ഇവിടെ വേണ്ട എന്നൊരു തീരുമാനം വന്നു. തന്നെയല്ല, ചെല്ലുമ്പോ ജനങ്ങളെ ഇത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഈഗോ ഉണ്ടായിട്ടുണ്ടാവാം ഉറപ്പായിട്ടും. ഇതൊക്കെ കാരണത്താലാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി. നൈസായിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്ന ആളായതുകൊണ്ട് അതും ഒരു നല്ല വളമായി. പക്ഷെ പ്രതികരിച്ചപ്പോഴും ഞാൻ എന്ത് ചെയ്തു? എന്റെ കുറ്റമാക്കി എടുത്തോണ്ട് ഞാൻ ഇതൊക്കെ എനിക്ക് ഈ വഴക്കുണ്ടാക്കാൻ വയ്യ, ചുമ്മാതിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവേ ഇടതുപക്ഷ CPIM-ന്റെ കാര്യങ്ങൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. ഞാൻ ഇരുന്ന പാർട്ടിയാണെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ആൾക്കാരോടുള്ള പ്രതികരണം എങ്ങനെ, അതൊക്കെ ഒഴിവാക്കാനും നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്നതല്ലേ.
ആ സൈബർ ആക്രമണങ്ങളായാലും ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ് സഹിച്ചു പോയത്. ക്ഷമ ആർക്കും കിട്ടുപോകും. അവസാനമാണ് ഞാനൊരു തീരുമാനമെടുത്തത് ഈ കോൺഗ്രസിലേക്ക് ചേരാനായിട്ട്. അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അധികാരം മോഹിച്ചിട്ടായിരുന്നെങ്കിൽ അധികാരമുള്ള പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് ചോദിച്ചു വാങ്ങിച്ചങ്ങ് പോയാൽ പോരെ. അതല്ലെങ്കിൽ വലിയൊരു പാർട്ടി വേറെ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നുണ്ടല്ലോ, അവർക്ക് വലിയ അധികാരം ഉണ്ടെങ്കിൽ അങ്ങോട്ടങ്ങ് പോയാൽ പോരെ. ഇതങ്ങനെ ചെയ്തില്ലല്ലോ. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനം കുറെ കൂടി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എന്നോട് അവർ ബന്ധപ്പെട്ടിരുന്നു. പല ആൾക്കാരും ബന്ധപ്പെട്ടെങ്കിലും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതാണ്. അധികാരമുള്ള പാർട്ടി അല്ലത്. അധികാരമില്ലാത്ത ആ പാർട്ടിയിലേക്ക്, 10 കൊല്ലമായിട്ട് അധികാരമില്ലാത്ത പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇനി അധികാരമോഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ മാറ്റി നിർത്തിയപ്പം ഇത്ര ആത്മാർത്ഥമായിട്ട് എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ? നിങ്ങൾ ആ വീഡിയോ ഒക്കെ കേട്ട് കാണുമല്ലോ. യാതൊരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ ഇപ്പം ഞാൻ രാഷ്ട്രീയം മാറി കോൺഗ്രസിൽ വന്ന് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് പോലും എന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ആൾക്കാരും ചേർന്ന് ആ പഴയ വീഡിയോ ഇട്ട് 4 വോട്ട് പിടിക്കുന്ന അതിശയകരമായ വളരെ ഒരു തരംതാണ ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിഞ്ഞില്ലേ? ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിന്. ഒരു രാഷ്ട്രീയ മര്യാദയാണോ ഒരു എതിർ സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്ന അന്ന് കൊടുത്ത വീഡിയോ ജയിപ്പിക്കണം എന്ന് പറയുന്ന വീഡിയോ ഇടുന്നത്? ഏത് രാഷ്ട്രീയ മര്യാദയാണ്? ആ പ്രസ്ഥാനത്തിന്റെ അപജയം എന്താണെന്നുള്ള അതിൽ കൂടെ തന്നെ അറിയാം. പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചു, ചതിച്ചു. അപ്പൊ മൊത്തം എടുത്തു എന്നെ തേജോവധം ചെയ്യാം, എന്റെ ക്യാരക്ടറിനെ തേജോവധം ചെയ്തുകൊണ്ട് എന്ത് മോശമായ ഭാഷ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയേ, എന്തൊക്കെ ഭാഷ, എവിടുന്നാ ഇവര് പഠിച്ചത്? സംസ്കാരശൂന്യമായിട്ടുള്ള ഭാഷയല്ല, അന്തസ്സുള്ള ഭാഷ ഉപയോഗിക്കണം. മനുഷ്യനോട് നന്നായിട്ട് പെരുമാറാൻ കഴിയണം. നല്ല ക്ലാസ്സുകൾ കൊടുക്കണം. നൂറ്റാണ്ട് മാറിക്കഴിഞ്ഞു. ഇതുപോലും ഞാൻ ഈ എതിർ സ്ഥാനാർത്ഥിയോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ക്ലാസ്സുകള് നൂറ്റാണ്ട് മുമ്പുള്ളതല്ല കൊടുക്കേണ്ടത്. മാടമ്പിത്തരം ഇല്ലാതാകണമെന്നും വേലിക്കെട്ടുകൾ പൊളിച്ചെടുക്കണമെന്നും പറഞ്ഞാൽ വേലി കെട്ടുകയും മാടമ്പിയെ പോലെ പെരുമാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പൊ പാർട്ടിയിലുള്ളത്. അത് പൊളിച്ചെടുക്കിയിട്ടാണ് ഞാൻ പുറത്തു വന്നത്. ജി സുധാകരൻ അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ ആള് ആ പാർട്ടി വിടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ TK ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് അംഗമാണ്. എത്ര പേര് പറയാൻ. വേറൊരു രസം കൂടിയുണ്ട്, BJPയിലേക്ക് പോയ ആരെ പറ്റിയും ഒരൊറ്റ അക്ഷരം CPM പറയുന്നില്ല എന്നുള്ള വളരെ അതിശയകരമായ കാര്യം. എസ് രാജേന്ദ്രൻ എന്റെ കൂടെ 3 തവണ MLA ആയ ആളാണ്. അദ്ദേഹം BJPയിലേക്ക് പോയിട്ട് ഒറ്റ പരാമർശവും ആ CPMൽ കാണുന്നില്ല. പിന്നെ റെജി ലൂക്കോസ് പോയി, BJPയിലേക്ക് പോയി, ഒരു പ്രശ്നവും ഇല്ല. ഹസ്കർ പോയി. ഇങ്ങനെ എത്ര ആൾക്കാര്. സുജാ ചന്ദ്രബാബു CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, UDFയിലേക്ക് പോയി. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുക. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെയും ധനകാര്യമന്ത്രിയുടെയും മണ്ഡലത്തിലെ ഒരു മുൻ MLA ആയ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ മ്ലേച്ഛമായ ഒരു എന്താ പറയുക, എന്നെ ഇങ്ങനെ ഇത്രത്തോളം കരുതേച്ച് കാണിക്കുന്ന, എന്നെ വളരെയധികം ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. സകലമാന സോഷ്യൽ മീഡിയയിലും അഡ്രസ് ചെയ്യാതെ ഇങ്ങനെ വരാൻ പറ്റും. ഈ മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ? മന്ത്രിയുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടിയല്ലേ എന്നെ ഇത്രയും തേജോവധം ചെയ്യുന്നത്. അതുകൊണ്ട് വല്ല ഗുണമുണ്ടാവും. എന്നോട് എത്ര പേരിപ്പോ ചോദിച്ചെന്നറിയാം, എത്ര ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എങ്ങനെ ഇത്ര നാൾ ഇരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവരെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്ര മോശമായിട്ട് ഇത്രയും നാള് നല്ലായിരുന്നു, രാഷ്ട്രീയം മാറിയെന്നൊരു കാരണത്താൽ ഇങ്ങനെ പറയണോ? എത്ര പേര് BJPന്നും കോൺഗ്രസിന്നും അങ്ങോട്ട്, കോൺഗ്രസിന്ന് ഒരു പട ആൾക്കാർ CPM വന്നപ്പോ അത് നല്ലത്. CPMന്ന് ഒരാൾ, അത് ഐഷാ പോറ്റി പോയതിനേ ഉള്ളൂ കൂടുതൽ പ്രശ്നം. അതെന്താ? പേടിയുണ്ട്. ഐഷാ പോറ്റിക്ക് ജനകീയതയുള്ളതുകൊണ്ടല്ലേ, ജനങ്ങൾ ഐഷാ പോറ്റിയുടെ കൂടെ നിൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ, ഒരു ഭയമുള്ളതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചോദിച്ചോളൂ. ഉറപ്പായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ അറിയാം, ഞാൻ ആരെന്നറിയാം. ധൈര്യമായിട്ടിരിക്കുന്നതാണ് എന്നോട് പറയുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ ഈ പാർട്ടി ക്ലാസ്സിൽ കൊടുത്ത് അത് കേട്ട് പ്രതികരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അടിയൊഴുക്കെന്നല്ല, സ്നേഹമുണ്ട്. ഞാൻ അടിയൊഴുക്കെന്ന് ഒരിക്കലും പറയില്ല. എന്തിനാ അടിയൊഴുക്ക്? നമ്മൾ ജനങ്ങളോടൊപ്പം ഒരു രാഷ്ട്രീയവും നോക്കാതെ ഇത്ര നാളും
നിരവധി കാര്യങ്ങൾ ഒരു MLA എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട്. പരിശോധിച്ചോന്നേ, ഇതെല്ലാം ഇവിടെ കാണത്തക്ക നിലയിൽ നിൽക്കുമല്ലേ വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ. അതുപോലെ എന്തെങ്കിലും ഇവിടെ വന്നോ ഈ കല്ലിടിയിലല്ലാതെ? എല്ലായിടത്തുനിന്നും വോട്ട് കിട്ടും എനിക്ക്. ഞാൻ CPM-ന്റെ പ്രതിനിധിയായിരുന്നപ്പോഴും എല്ലായിടത്തുനിന്നും എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. CPM-ൽ നിന്ന് മാറി കോൺഗ്രസിൽ വന്നെങ്കിലും ഐഷ പോറ്റിക്ക് മാറ്റമില്ല. ഈ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും. ഞാൻ ആ ചോദ്യത്തിലേക്ക് ഞങ്ങൾ വക്കീലുമാർ ചോദിക്കുന്ന കേട്ടോ, അത് ഞങ്ങളുടെ വക്കീലുമാർ ചോദിക്കുന്ന ചോദ്യം. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് ചെയ്യും, ഉറപ്പാണ് എനിക്കത്. ഒരു പെട്ടെന്ന് ഇലക്ഷൻ സമയത്ത് പാർട്ടി മാറിയത് അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അത്രയും വോട്ട് പിടിച്ച കോൺഗ്രസ് വോട്ട് പിടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. ദേശാപൂർത്തിയുടെ വരുമ്പോൾ ആൾ പെട്ടെന്ന് പാർട്ടിയോട് എഫർട്ടപ്പാളയത്തിൽ വരുന്നു, അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ്. അത് എന്ത് ഡീലാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അത് ആ കുട്ടിയുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടമാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരാൾ മാറുന്നത്, ഞാൻ അങ്ങനെ പെട്ടെന്ന് മാറിയ ഒരാളല്ല. ഞാൻ എത്രയോ നാളുകൊണ്ട് ഇത് നിങ്ങളുടെ എല്ലാം വാർത്തകൾ തന്നെ ഇഷ്ടം പോലെ വന്നാണ്. പൊതുമണ്ഡലത്തിൽ കാണുന്നില്ലെന്നും അവിടെ എങ്ങും കണ്ടില്ലെന്നും ഒക്കെയുള്ള എത്രയോ വാർത്തകൾ ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഫൈറ്റ് എത്ര നാളുകൊണ്ട് നടക്കുന്നുണ്ട്. എങ്കിലും പൊതിഞ്ഞ് പറയാതെ ആ ഒരു ബോധം കൊണ്ട് എനിക്കങ്ങ് പിന്നെ ഉണ്ടാകുന്ന ഒരു അതിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ട് വഴക്കുണ്ടാവണ്ടെന്ന് വെച്ച് ഞാൻ പൊതിഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ മാറിയതും ഒരുപാട് സംസാരിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ടുമാണ് അങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുത്തത്. പിന്നെ രശ്മിയുടെ ഇഷ്ടമാണ്. അത് അവരവരുടെ, ഞാൻ എവിടെ ഇരിക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാമല്ലോ. ഒരിടത്തെ ഇരിക്കാവൂ എന്ന് ആർക്കാ പറയാൻ അധികാരമുള്ളത്? ഇത് സ്വതന്ത്ര ഇന്ത്യയല്ലേ, സ്വാതന്ത്ര്യമുള്ള അല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുള്ളതല്ലേ. എവിടെ ഇരിക്കണം എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. CPM-ലെ ഇരിക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ എന്തെല്ലാമാണ് നാളെ അമ്മച്ചി അങ്ങ് BJP-യിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ ആളിന് വല്ല ഐഷ പോറ്റി അറിയാവോ? ഐഷ പോറ്റി അനുഭവിച്ചത് എന്താണെന്നറിയാമോ? പാർട്ടി കൊടുക്കുന്ന ക്ലാസും യാതൊരു കാര്യങ്ങളും മനസ്സിലാക്കാതെ അവർക്കൊക്കെ ഹൃദയമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കല്ലാണോ മനസ്സെന്ന് സംശയമാണ്. ഒരാൾക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല. മനുഷ്യൻ 2 അടി കൊടുത്താലും ആ വേദന പെട്ടെന്നങ്ങ് മാറും. പക്ഷെ മനസ്സിന് കൊടുക്കുന്ന മുറിവുണ്ടല്ലോ, അത് മാറത്തേയില്ല. അത് മനസ്സിലാക്കിയത് നല്ലതാ. ഒരാൾ എന്നെ പറ്റിയേ ചന്തമുക്കി നിന്ന് പ്രസംഗിച്ചു, അവസാനം മിണ്ടാൻ വയ്യാതെ ശ്വാസം എടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് ഒരു 4-5 ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വിട്ടു ഒന്ന് കാണണമെന്ന്. ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എനിക്ക്. അവസാനം ഞാൻ പോയപ്പം അദ്ദേഹം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, എന്താ പറഞ്ഞെന്ന് വല്ലാണ്ട് റിപ്പൻഡ് ചെയ്ത് കാണും. ഒരിക്കലും ഒരാളെ ശത്രുവിനോട് പോലും നമ്മൾ പറയാം. ശ്രീകുമാർ ഉൾപ്പെടെ ഓർക്കണം. ഇവിടെ DS സുനിൽ അടക്കമുള്ള കുറെ ആൾക്കാരെ ഞാൻ നല്ലതായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അഡ്രസ് ഇല്ലാത്ത കുറെ ആൾക്കാർ. നല്ല സംസ്കാരം പഠിപ്പിക്കാൻ വേണം സോഷ്യൽ മീഡിയ, നല്ല പഠിക്കാൻ. അല്ല, എന്റെ ജനകീയത എന്നുള്ളതല്ല, അത് രണ്ടുമുണ്ട്. UDF-ന്റെ കഠിനാധ്വാനമുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർ വെയിൽ കൊണ്ട് എന്നോടൊപ്പം പ്രവർത്തിക്കുക. എന്റെ ജനകീയത ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ കഠിനാധ്വാനം ചെയ്തത് ഒരു ഘടകമാണ് ആ പാർട്ടിയെ വളർത്താൻ. അത് പാർട്ടി കാണാതെ പോയെന്നാ ഞാൻ പറഞ്ഞു. അല്ല, എന്റെ ജനകീയത കൊണ്ട് ഞാൻ ജയിച്ചെന്ന് എനിക്ക് ഒരിക്കലും പറയും. ഈ വലിയ സംവിധാനം അവിടെ ഇരുന്നപ്പോഴും ആ സംവിധാനം നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ പാർട്ടി സംവിധാനം നല്ല പ്രവർത്തിച്ചു. ഇപ്പൊ UDF-ലേക്ക് വന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ ദിവസവും വെയിൽ കൊണ്ട് എന്റെ കൂടെ നടക്കുന്നവർ എന്റെ കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഈ സകലയിടത്തും വെയിൽ കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തി ജയിച്ചു വരണം, ഭരണം കൊണ്ടുവരാനും ജയിപ്പിക്കാനും വേണ്ടി കഠിനാധ്വാനം UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ നേട്ടം മാത്രമല്ല, അതിനകത്തൊരു ഘടകം, ഒരു കൊച്ചു ഘടകം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ ഒരു ചെറിയ കൈ കൂടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഇത്ര നാള് പ്രവർത്തിച്ചത് അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് വരും. ബാക്കി മുഴുവൻ ഈ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന UDF-ന്റെ പ്രവർത്തന സംവിധാനമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ജനങ്ങൾ മാർക്ക് തരുന്നത്. പേടി മാത്രം, പേടിയെന്നല്ല, എന്തും ചെയ്യാൻ മടിയില്ലല്ലോ, അതല്ലേ കാണുന്നത്. ഇപ്പോ കരിങ്കൊടി കാണിച്ച ഉടൻ IC യൂണിറ്റ് പോയി വധശ്രമത്തിന് കേസെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്തും ചെയ്യാൻ മടിയില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, രക്തസാക്ഷി ഫണ്ട്
വക മാറ്റിയതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് പടക്കമേറി അതുപോലെ ബൈക്ക് പോയ കാര്യങ്ങളൊക്കെ അറിയാം. ചില ആൾക്കാർക്കെതിരെ ശക്തമായിട്ട് ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അറിയാം. അപ്പം പല കാര്യങ്ങളും നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലതും പുറത്തു പറയാത്തത്. അങ്ങനെയൊന്നും എന്തും എപ്പോൾ വേണേലും എന്തും ചെയ്യാമല്ലോ ആർക്കും. അതൊക്കെ ആർക്കും മടിയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതൊന്നും ഇവിടെ ഈ കാലഘട്ടത്തിൽ അത്ര വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ പണ്ട് TP വെട്ടിയ കാലം അത് ആ ചെയ്തവരിന്ന് ദുഃഖിച്ച് എരിഞ്ഞ് തീരുന്നുണ്ടാവും, ഉറപ്പാണ്. അത് സംശയമില്ലാത്ത കാര്യം. എപ്പോഴും നന്മ വേണമെന്നേ, നല്ല മനസ്സ് വേണം, എല്ലാരെയും ചേർത്ത് നിർത്താൻ കഴിയണം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും മറ്റുള്ളവരെ വേദനിച്ച് എൻജോയ് ചെയ്താൽ അത് നമ്മളെ തിരിച്ചടി 10 ഇരട്ടിയായിട്ട് വരും. എഴുതി വെച്ചോണ്ടാ മതി. അന്ന് ആയിഷ പൂറ്റി ഓർക്കും തീർച്ചയായിട്ടും എല്ലാവരും. ഞാൻ ഇന്ന് വരെ ആരും വേദനിപ്പിക്കുന്ന ഒരു വർത്താനം പറയാറില്ല. എന്റെ അടുത്ത് വരുന്ന സങ്കടത്തോടെ വരുന്ന, തൊണ്ട അടച്ചിട്ടാ കേട്ടോ, എന്റെ അടുത്ത് പലരും ഇനി മരിക്കേ നിവൃത്തിയുള്ളെന്നും പറഞ്ഞ് എത്ര കക്ഷികൾ വന്നിട്ടുണ്ടെന്നറിയോ. അവരെ അവിടെ ഇരുത്തി കുറേ നേരം സംസാരിപ്പിച്ച് ഒന്ന് ചിരിച്ചു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക സംതൃപ്തി നിങ്ങളൊക്കെ അതൊന്ന് അനുഭവിച്ചാലേ അതിന്റെ ഒരു സന്തോഷം അറിയാൻ പറ്റൂ. സങ്കടത്തോടെ വരുന്ന ഒരാളെ സന്തോഷത്തോടെ വിടാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിക്കൊണ്ടും പിന്നെ ആർക്കെങ്കിലും വേണ്ടിയും ചെയ്യുന്നതാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നാളെ കാലത്ത് ഇതിനെല്ലാം നമ്മൾ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തേജോവധ എനിക്കിപ്പോൾ ഈ ഇലക്ഷന് കൊട്ടാരക്കര മണ്ഡലത്തിലെ ഏറ്റവും വലിയ വൈശിഷ്ട്യമായിട്ട് ഞാൻ കാണുന്നത് സൈബർ ആക്രമണം. സോഷ്യൽ മീഡിയയിൽ ഐഷ പോറ്റി എന്ന സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചാണ് ഇവിടുത്തെ ഇലക്ഷൻ വർക്ക് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും ഇന്നലത്തെ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുക, അതിന്റെ അരികും മൂല കട്ട് ചെയ്യുക, അതിന് കുറേ മോശം. ഞാനൊരു അമ്മൂമ്മയും ഒരമ്മയും ഒക്കെയാണ്. എനിക്ക് കൊച്ചുമക്കളുണ്ട്. എനിക്ക് ഇവിടുത്തെ കുട്ടികളെ ചെറുപ്പക്കാരെയൊക്കെ എന്റെ മക്കളെ പോലെയാ തോന്നാറ്. കൊച്ചു കുട്ടികളെ കണ്ട എന്റെ കൊച്ചുമക്കളെ പോലെയാ തോന്നാറ്. പ്രായമായവരെ എനിക്ക് എന്റെ ആരോ ആണെന്ന എന്റെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മാവനോ അങ്ങനെയൊക്കെ ഉള്ളവരെ പോലെയാ തോന്നാറ്. എനിക്ക് ആ ഒരു ഫീലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എന്നെ അമ്മ എന്നോ അമ്മൂമ്മ തള്ളയെന്നോ നടുവൊടിഞ്ഞ തള്ളച്ചിന്നോ പിന്നെ കേൾക്കാൻ കൊള്ളാത്ത ഒത്തിരി, അതൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയാൻ വയ്യ. എനിക്കെതിരെ ഇട്ട കമന്റ് അത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നേരിട്ടില്ല, എന്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാണ്. ഞാൻ ഇടുന്ന പോസ്റ്റുകളുടെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒക്കെ താഴെ വന്നിട്ട് വളരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഉള്ള കമന്റ്സ്, അത് ഈ കൊട്ടാരക്കര മണ്ഡലത്തിലുള്ള ആൾ ഉൾപ്പെടെയുണ്ട്. അതിനെല്ലാം ഞാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, മന്ത്രി കഴിഞ്ഞൊരു ദിവസം ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അപ്പം തന്നെ അതിനൊരു നടപടി വന്നു. മറ്റേ മറുഭാഗത്തു നിന്ന് ഒരെണ്ണം വന്നാൽ അവരെ അടിച്ചമർത്തി അവിടെ ഇരിക്കും. അതാണ് അസ്വാതന്ത്ര്യം. ഭരണത്തിന്റെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ എന്താ അത് പറയത്തില്ല, നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം. ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ ചെയ്യോ, എനിക്കറിയത്തില്ല. ഞാനൊരു എക്സാമ്പിൾ ചെയ്യും. ഈ BJPയുടെ ഒരു കൺവീനർ ഡോക്ടർ NN മുരളി CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ പോയി ഷാൾ അണിയിച്ച് ഒരു സപ്പോർട്ട് പറഞ്ഞേച്ച് പോയത് എന്താണെന്ന് നിങ്ങൾ പറയുക. എനിക്കറിഞ്ഞൂടാ. എന്ത് ഡീലെങ്കിലും ഉണ്ടോന്ന് ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ വായിച്ചതാണ്, ഫേസ്ബുക്കിലെല്ലാം കണ്ടു. അങ്ങനെ അദ്ദേഹം BJPയുടെ വലിയ ആളാണ്, അതിന്റെ ഒരു കൺവീനറാണ്. അദ്ദേഹം അവിടേക്ക് പോയി അദ്ദേഹത്തിന് ആശംസയില്ല സപ്പോർട്ടും ഒക്കെ അറിയിച്ചു. ഒരു എക്സാമ്പിൾ മാത്രം പറയുക. അതുപോലെ ചില ആൾക്കാർ BJPയിലേക്ക് പോകുമ്പോൾ അവർക്കെതിരെ യാതൊരു ആക്രമണങ്ങളും ഇല്ല, നിശബ്ദമായിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇതെല്ലാം കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഞാനായിട്ടൊന്നും പറയാനായിട്ട് ആരെയും കുറ്റപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, ഒരു കാരണവശാലും ബാധിക്കില്ല.